ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ചെറിയ വീഡിയോ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചനും അതുപോലെ തന്നെ കിച്ചണിന് ഈ ഒരു വാൾപേപ്പർ ഇവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വാൾപേപ്പർ എന്ന് പറയുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര ഷീറ്റ് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ 3 റോളാണ് കേട്ടോ. 3 റോൾ കൊണ്ടാണ് ഞാൻ ഇത്രയും സ്ഥലം ഫിനിഷ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് പൈസ കൊണ്ട് നമുക്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ടൈലൊന്നും ഇടാത്ത നമ്മുടെ സിമെൻറ്റ് മാത്രം ഇട്ട സ്ലാബുകളാണെങ്കിലൊക്കെ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. നമുക്ക് തുടച്ചൊക്കെ എടുക്കാനും ഒക്കെ വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഇത് ഭയങ്കര വിലയൊന്നുള്ളതല്ല കേട്ടോ. വളരെ കുറച്ച് വിലയ്ക്കാണ് ആ ഒരു 3 ഷീറ്റ് ഞാൻ മേടിച്ചത്. 3 ഷീറ്റ് എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് സിങ്കിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കട്ട് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. 3 ഷീറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 3 റോളുകളാണ്. അപ്പോൾ ഇനി വരുന്നത്, അവിടെ ഞാൻ വാൾപേപ്പർ മേടിച്ചിട്ടുണ്ട്. ആ വാൾപേപ്പർ എന്ന് പറയുന്നത് എംബോസ്ഡ് ആയിട്ടുള്ള വാൾപേപ്പറാണ് കേട്ടോ. അതും വാട്ടർ പ്രൂഫാണ്. ഞാനത് കാണിച്ചു തരാം. പറഞ്ഞാൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ മേലിൽ കൂടിയാണ് ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഒത്തിരി നാളുകളായി. ഒരു കേടും കൂടാതെ നന്നായിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ. അത് ഇളകി പോകുന്നതോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ കത്തിയൊക്കെ കൊള്ളുവാണെങ്കിൽ ചിലപ്പോൾ കട്ടായി പോകും കേട്ടോ. അങ്ങനെയുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. അതുപോലെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മെല്ലുണ്ടാവുമെന്ന് കേട്ടോ. പക്ഷേ എനിക്ക് സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആക്കി ഇടുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് തന്നെ വെള്ളം ഇരുന്നിട്ടുള്ള സ്മെല്ലോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല. കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചനാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഞാൻ വാഷ് ചെയ്യുന്നത് ഒക്കെ ആയത് കാരണം വേറെ എനിക്ക് ഒന്നും തോന്നുന്നില്ല കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റെൻ്റൽ ഹോമിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ വാൾപേപ്പർ വെച്ച് സ്റ്റിക്ക് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ നനഞ്ഞിട്ട് ഇളകിപ്പോരുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷ് ഏരിയ ആണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലുള്ള ബ്ലാക്ക് ഷീറ്റുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള ഷീറ്റുകളാണ് ഈ വരുന്നത്. ഇതുപോലെയാണ് ഷീറ്റ് വരുന്നത് കേട്ടോ. ഇത്രയും വലുപ്പത്തിലാണ് വരുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ഷീറ്റുകളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് പേപ്പറാണ്. ഇതിങ്ങനെ ഇളക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ ഷീറ്റ് മാത്രം കിട്ടും കേട്ടോ. നമ്മൾ സാധാ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിൽ ഒരു പേപ്പറാണ് വരുന്നത്. അപ്പോൾ ഞാനിതിനി ഇളക്കിയിട്ട് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഷീറ്റ് വെക്കുമ്പോൾ ഈ ഒരു ഭിത്തി ഏകദേശം നമുക്ക് കവറായി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇത്രയും ബാലൻസ് ഉണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതും കറക്റ്റ് അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്ലേഡാണ്. ഇത് ഓൺലൈനിൽ തന്നെ മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാവേ. അപ്പോൾ ഇനി അത് ഒട്ടിക്കാം. ഇവിടെ ഈ ഒരു പീസിന് ഞാൻ പകുതിയാക്കാൻ പോവാണ്. കാരണം അവിടെ കറക്റ്റ് അളവിന് കിട്ടണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ 2 ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ഷീറ്റ് മുഴുവനായിട്ട് ഒട്ടിച്ചു, ഒരു ഷീറ്റ് പകുതി ഒട്ടിച്ചു. ഇനി അതിൻ്റെ ബാലൻസ് ആണ് ഈ ഒരു ഷീറ്റ്. ഈ ഒരു ഷീറ്റ് ഇങ്ങനെ മുറിക്കാൻ കാരണം ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇവിടെ നമുക്കൊരു കബോർഡ് പോലെയൊക്കെ വരുന്നത് കാരണം അത് നോക്കിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ച് നോക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിൻഡോയുടെ പാനൽ ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇവിടെയും കൂടെ ഇങ്ങനെ ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ അളവെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ഇത്രയും ചെറിയൊരു ഷീറ്റ് കട്ട് എടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഈ ഒരു ലൈറ്റ് വരുന്നതിൻ്റെ മേലിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ സൈസ് നോക്കിയിട്ടാണ് എടുത്തത്. ഇതുപോലെ വെച്ചിട്ട് ഇനി അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ ബാലൻസ് കട്ട് ചെയ്യും. ബാലൻസ് ഇവിടെ കുറച്ചുണ്ട്. ഇതുപോലെ അത് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കോർണർ ചേർത്ത് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിത് ഒട്ടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു 4 ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ മുഴുവൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ചെയ്തു വന്നപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ് 4 എണ്ണമാണ് കേട്ടോ. 4 ഷീറ്റ് കൊണ്ടാണ് ഞാനിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് കട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നു. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു. അതെല്ലാം ഞാൻ കട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂടി 4 എണ്ണമാണ്
4 ആകെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നത് കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട, കാരണം ഇതൊരു ചെറിയ സ്പേസ് ആണ്, അതുകൊണ്ട് തന്നെ 4 ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഈ മിററിൻ്റെ സൈഡിലും അതുപോലെ ഈ കബോർഡിൻ്റെ സൈഡിലും അതുപോലെ ഈ നമ്മൾ പാനൽ ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ആ ഗമ്മ് വരുമ്പോഴേക്കും അത് നമ്മൾ കുറച്ച് ടർപ്പൻ ഉണ്ടെങ്കിൽ ടർപ്പൻ വെച്ച് നമ്മളെല്ലാം ചെയ്തതിന് ശേഷം ടർപ്പൻ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വേഗം തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ടർപ്പൻ വെച്ചിട്ടാണ് ബാക്കി എല്ലാം ക്ലീൻ ചെയ്തെടുത്തത്. ഇപ്പം അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഈ സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ടർപ്പൻ വെച്ചിട്ട്, അതുപോലെ ഈ മിററിൻ്റെ ഉള്ളിലും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടർപ്പൻ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ അത് ഇളകിപ്പോരും. ഈ ഒരു ഷീറ്റിൻ്റെ സൈസ് വരുന്നതെന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്റർ ഇൻറ്റു 77 ആണ് കേട്ടോ. അങ്ങനെ ഒരു സൈസിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും വലിയ ഏരിയയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, വലിയ വാളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വലുതായിട്ട് കട്ട് പീസുകൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. നമുക്ക് വലിയൊരു ഷീറ്റാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരു വലിയ സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതൊന്ന് കാണിച്ചു തരാം, അത്രയും എത്രത്തോളം വലിപ്പം ഇതിന് വരുന്നുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഒരു ഭിത്തിയിൽ ഞാനിതിങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വന്നത്. ഇത്രയും സൈസ് വരും കേട്ടോ. ഇങ്ങനെ ഇത്രയാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈസ്. നമ്മൾ ഒരു വലിയ വാളിലൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ചെറിയ കട്ട് പീസുകളെ വേണ്ടി വരും. കാരണം ഈ ഒരു ഷീറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഒരു വലിയ ഏരിയ കവറാവും. അതുപോലെ തന്നെ നമുക്കൊരു വലിയ വാള് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ബ്ലാക്ക് തന്നെ അല്ല, വേറെ കളറും ഒക്കെ ഇതിൻ്റെ ഉണ്ട് കേട്ടോ. വേറെ കളറും ഒക്കെ ആയിട്ട് മേടിക്കുവാണെങ്കിൽ വലിയൊരു വാളോ അല്ലെങ്കിൽ ഒരു റൂമോ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ. കിച്ചണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കിച്ചണിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എന്താണ്, തീ ചൂട് എൻ്റെ കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കാരണം കിച്ചണിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കിച്ചണിലെ കാര്യം എനിക്കറിയില്ല. ചൂടടിക്കുമ്പോൾ ചിലപ്പോൾ അത് ചീത്തയായി ഉരുകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് അല്ലാതെ റൂമിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ചെയ്ത് വന്നപ്പോൾ. കളറ് വേറെയൊക്കെ വൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ, വൈറ്റ്. പിന്നെ ഇവിടെ ഞാനിത് ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം, ഇവിടെ ടെയിലൊന്നും ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സൈഡിലൊക്കെ ആയിട്ട്, ഈ ഭിത്തിയിലൊക്കെ ആയിട്ട് അതിൻ്റെ വേസ്റ്റുകൾ വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടുകളും ഒക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട് ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചത് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ട്, അത് ഇളകിയൊന്നും പോരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം നാൾ ഇത് നിൽക്കും. ഇപ്പോൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇളക്കി വരും കേട്ടോ. ഇളക്കി വരുന്നുണ്ട്, ഞാനത് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ഇതിൻ്റെ പശയായിട്ട് വരുന്ന സാധനം അതിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ടർപ്പൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതപ്പോൾ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒത്തിരി നാൾ കഴിയുമ്പോൾ ഇത് എന്തെങ്കിലും കേട് വരുന്നെങ്കിൽ മാറ്റിയിട്ട് വേറെ ഒട്ടിക്കുകയും ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അത് മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ ക്ലീൻ ആയി വരും കേട്ടോ. എന്തെങ്കിലും എൻ്റെ മേത്തിങ്ങനെ പറ്റിയിരിക്കുവാണെങ്കിലൊക്കെ അത് പൊക്കോളെ. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, നമ്മുടെ വീഡിയോയിലുണ്ടാവും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നവർ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും കാണും കേട്ടോ. കാരണം ഒത്തിരി പേരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കതൊക്കെ കണ്ടിട്ടാണ് എനിക്കും ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനിത് ചെയ്തത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നേരത്തെ കണ്ടതിന് ആദ്യത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലുക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.